സിന്ദൂരം. രചന ജാസ്മിൻ. അവതരണം സാലിം കരുളായി. നന്ദു കണ്ണുകൾ ചുരുക്കി അവളുടെ അമ്മയുടെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കി. ഇല്ല, അവരെ തന്നെ നോക്കി കിടക്കുവാണ്. പക്ഷേ നേരത്തെ ഉണ്ടായിരുന്ന ചെറിയ അമ്മയെടുപ്പ് ആ ശരീരത്തിലില്ല. അമ്മേ. നന്ദു പേടിയോട് ആ തുറന്നു പിടിച്ച കണ്ണുകളിലേക്ക് നോക്കിയൊന്ന് വിളിച്ചു. ഇല്ല, ഒരു പ്രതികരണവുമില്ല. നന്ദു ആ കയ്യിൽ പതിയൊന്ന് തൊട്ടു. നേരത്തെ ചെറു ചൂടുണ്ടായിരുന്നു, ആ കൈ ഇപ്പോൾ തണുത്തിരിക്കുന്നു. അമ്മ. നന്ദു അലറിക്കൊണ്ട് അവളുടെ ദേഹത്തേക്ക് പോയി. അജു പകപ്പോടെ അവളുടെ കൈ വിട്ടു. എന്തോ ആ അലറിക്കരിച്ചില്ല അവൻ്റെ ചെവിയിൽ വീണ്ടും മുഴങ്ങി കേട്ടു. അവൻ രണ്ട് കൈ കൊണ്ട് ചെവി പൊത്തിപ്പിടിച്ചു. ഏയ്, നിങ്ങൾ എന്ത് ചെയ്യാം? ശബ്ദം കേട്ട് ഒരു നേഴ്സ് പെടുന്ന കയറി വന്ന് നന്ദുവിനെ പിടിച്ചു മാറ്റി. അമ്മ പോയി. അവളുടെ ചുണ്ടുകൾ പതിയെ മുടിഞ്ഞു. അതവർ കേട്ടെന്ന് പോലും സംശയമാണ്. പക്ഷേ അവർക്ക് അവളുടെ മുഖഭാവത്തിൽ നിന്ന് തന്നെ കാര്യം മനസ്സിലായി. കുട്ടി പുറത്തേക്ക് നിൽക്കൂ, അവർക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യണം, അതിനവർ പുറത്തേക്ക് നിൽക്കണം. നന്ദു അമ്മയെ തന്നെ നോക്കിക്കൊണ്ട് തിരിഞ്ഞു. പകപ്പോടെ അമ്മയുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുന്ന അജുവിനെ കണ്ടപ്പോൾ അവൾക്ക് വീണ്ടും സങ്കടം കൂടി. അജു. അമ്മ. അവൻ പറഞ്ഞത് അത്രമാത്രമാണ്. അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു. ഏതോ ലോകത്തിലെന്ന പോലെ ഐസിയുവിൽ നിന്നും ഇറങ്ങി വരുന്നവരെ കണ്ട് ജിത്തുവിന് കാര്യം മനസ്സിലായി. ഹാളിലെ ഒരു മൂലയിൽ കണ്ണുകളടച്ച് തളർന്ന ചുമരിലേക്ക് തലവെച്ചിരിക്കുമ്പോൾ അവൾ കരഞ്ഞിരുന്നില്ല. കണ്ണുനീര് പറ്റിയിരുന്നു. നേരം വെളുത്തിട്ടുണ്ട്. ഐസിയുവിന് പുറത്തേക്ക് വന്നത് മാത്രം ഓർമ്മയുണ്ട്, പിന്നെ ഒന്നും ഓർമ്മയില്ല. എന്തൊക്കെയോ മണം മൂക്കിലേക്ക് അടിച്ചു കയറുന്നുണ്ട്. നേരം പുലർന്നിട്ടുണ്ട്. രാത്രി ഇരുന്ന് ഇരിപ്പാണ്. ആരൊക്കെ അടുത്തിരിക്കുന്നു, എന്തൊക്കെയോ പറയുന്നു. ആരും കരയുന്നില്ല. കരയാനിയുള്ളവളല്ലാതെ വേറെ ആരുമില്ലല്ലോ. നന്ദു പതിയെ കണ്ണുകൾ തുറന്നു. ഹാളിലെ നടുക്ക് വെള്ള പതിപ്പിച്ച് കിടക്കുന്ന ഒരു രൂപം. അമ്മ തൻ്റെ ജീവിതത്തിൽ വിളിച്ചു. അത് കേട്ടു. ഇനി അങ്ങനെ ഒരാളില്ല. തന്നെ വിളിക്കാൻ, തന്നെ ശകാരിക്കാൻ, തന്നെ സ്നേഹിക്കാൻ, തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇനി അങ്ങനെ ഒരാളില്ലല്ലോ. നന്ദു വീണ്ടും കണ്ണുകൾ മുറുകെ അടച്ചു. മുട്ടിൽ മുഖം പൂട്ടി ശബ്ദമില്ലാതെ തേങ്ങി. ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. അത്രത്തോളം കരഞ്ഞ് ശബ്ദം അടഞ്ഞു പോയിരിക്കുന്നു. ആരൊക്കെയോ വരുന്നു പോകുന്നു, എന്തൊക്കെയോ ചോദിക്കുന്നു. ഒന്നും കേൾക്കുന്നു പോലുമില്ല. കണ്ണ് തുറന്ന് നോക്കാൻ പോലും ഭയം തോന്നുന്നു. കണ്ണ് തുറന്നാൽ മുന്നിൽ കാണുന്നത് ചലിക്കാനാവാത്ത അമ്മയുടെ ശരീരമാണ്. അത് കാണാൻ വയ്യ. കണ്ണ് തുറക്കണം, ആ മുഖം കാണണം. ഇനി കാണാൻ പറ്റില്ലല്ലോ. മരിക്കുവോളം ഇനി അങ്ങനെ ഒരു മുഖം കാണാൻ പറ്റില്ല. ചിത്രങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന, ഓർമ്മകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന മുഖവുമായി മാറും. അതുകൊണ്ട് കണ്ണ് നിറച്ച് കാണണം. നന്ദു കണ്ണ് തുറന്ന് കുറച്ച് അകലത്തിലിരിക്കുന്ന ആ മുഖം നോക്കി. അമ്മ വേറെ ആരുടെയും മുഖത്തേക്ക് നോക്കുന്ന പോലെ പഴയ ആ പ്രസരിപ്പും തിളക്കവും കൂടിയതുപോലെയാണ്. പക്ഷെ അറിയില്ല, എന്തൊക്കെയോ മാറ്റങ്ങൾ. എന്താണത് അറിയില്ല. കണ്ണടഞ്ഞിട്ടുണ്ട്. ചുണ്ടിലൊരു പുഞ്ചിരിയുണ്ട്, ഒരു ചെറിയ പാൽപുഞ്ചിരി. മോളെ, നിന്റെ അമ്മയുടെ വീട്ടിൽ നിന്ന് ആരൊക്കെയോ വന്നിട്ടുണ്ട്. ചെവിയിൽ സുമേച്ചി പറയുമ്പോൾ അവൾ ആ അമ്മയുടെ മുഖത്ത് നിന്ന് കണ്ണുകൾ മാറ്റി സൈഡിലേക്ക് നോക്കി. അമ്മാവന്മാർ, അവരുടെ ഭാര്യമാരും, മുത്തശ്ശനും മുത്തശ്ശിയും, അങ്ങനെ എല്ലാവരും ഉണ്ട്. അമ്മയും അച്ഛനും ജീവിച്ചിരിക്കെ മക്കൾ മരിക്കുന്നത് എത്ര വിഷമമുള്ള കാര്യമാണ്. പക്ഷേ അങ്ങനെ ഒരു വിഷമമൊന്നും ആ മാതാപിതാക്കളുടെ മുഖത്തില്ല. കടമ തീർക്കാൻ വന്ന് നിൽക്കുന്ന പോലെ. നിന്റെ വിവാഹം കഴിഞ്ഞു അല്ലേ? അവരെ തന്നെ നോക്കിയിരിക്കുമ്പോഴാണ് മൂത്ത അമ്മാവൻ്റെ ഭാര്യയുടെ ആ ചോദ്യം ചെവിയിൽ പതിഞ്ഞത്. അവൾ തലകുലുക്കി. അവരൊന്നും വന്നിരുന്നില്ല. കല്യാണം വിളിച്ചതാണ്. ഭർത്താവിൻ്റെ ആദ്യ വിവാഹത്തിലെ കുട്ടിയല്ലേ, അവർക്ക് അവകാശമില്ലെന്ന് പറഞ്ഞു വന്നില്ല. ഇങ്ങനെ നടക്കുമെന്ന് അറിയില്ലല്ലോ. അവളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവളെ നോക്കി പുച്ഛിക്കുന്നത് കണ്ടു. അതങ്ങനെ ഓരോരോ ജന്മങ്ങൾ. നന്ദു വീണ്ടും അമ്മയുടെ മുഖത്തേക്ക് നോക്കി. ഹാളിലെ വാതിൽക്കലിലൂടെ അവളുടെ കണ്ണുകൾ പുറത്തേക്ക് പോയി. പന്തലൊക്കെ ഇട്ടിട്ടുണ്ട്. മുറ്റം നിറയെ കസേരയൊക്കെ ഇട്ടിട്ടുണ്ട്. രാത്രി നല്ല മഴയായതുകൊണ്ട് മുറ്റമൊക്കെ നനഞ്ഞിലുണ്ട്. പെട്ടെന്ന് അവളുടെ കണ്ണുകൾ അവളെ തന്നെ നോക്കിയിരിക്കുന്നവനിലേക്ക് പോയി. കണ്ണിമ പെട്ടാതെ അവളെ തന്നെ നോക്കിയിരിക്കുകയാണ്. അവനിട്ടിരുന്ന ടീഷർട്ട് നനഞ്ഞിട്ടുണ്ട്. മുടിയടക്കം നനഞ്ഞ പോലെയുണ്ട്. നന്ദു അവനെ നോക്കി തല ചുമരിലേക്ക് മുട്ടിച്ചു. ഇന്നലെ രാത്രി മുതൽ ആ മുഖം കണ്ടിട്ടില്ല. ജിത്തുവിൻ്റെ കൂടിയായിരുന്നു. ഇടയ്ക്കെപ്പോഴും ഒന്ന് നോക്കിയിട്ട് പോകുന്നത് കണ്ടു. പിന്നെ ഇപ്പോഴാണ് കാണുന്നത്. നന്ദു അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. തീക്ഷ്ണതയേറിയ നോട്ടമാണ്. അവളുടെ അജു നോക്കുന്ന നോട്ടമല്ല. നന്ദു തലകുലുക്കി അവനടുത്തേക്ക് വിളിച്ചു. അത് മനസ്സിലായത് കൊണ്ടും അവൻ ചുറ്റും നോക്കുന്നത് കണ്ടു. പിന്നെ അവൾക്ക് ചുറ്റും നോക്കി. ഒരുപാട് ആൾക്കാരുണ്ട്. അവൾ വീണ്ടും തലയാട്ടി അടുത്തേക്ക് വിളിച്ചതും അവൻ പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. നന്ദുവിൻ്റെ കണ്ണൊന്ന് ചുരുങ്ങി. എവിടെ പോയി? അവൾ വാതിലിലൂടെ കാണുന്ന ഭാഗത്തേക്ക് കണ്ണുകൾ കൊണ്ട് അവനെ പരതി. ആ നിമിഷം തന്നെ കയ്യിലൊരു കുപ്പി വെള്ളവുമായി അവൻ ആ വാതിലിലൂടെ അകത്തേക്ക് വന്നു. നന്ദ അവനെ തന്നെ നോക്കിയിരുന്നു. ആ ഹാളിലിരുന്നവരുടെ എല്ലാം കണ്ണുകൾ അവനിലായിരുന്നു. അവൻ ആരെയും നോക്കാതെ, ആരുടെ മേലും തട്ടാതെ നന്ദുവിൻ്റെ അടുത്തേക്ക് വന്ന് അവൾക്ക് മുന്നിൽ മുട്ടുകുത്തി നിലത്തിരുന്നു. അവൾ ആദ്യമായി അവനെ കാണുന്ന പോലെ നോക്കി. അജു കുപ്പി തുറന്ന് അത് അവളുടെ ചുണ്ടിലേക്ക് മുട്ടിച്ചു. അവൾ അവനെ നോക്കിക്കൊണ്ട് തന്നെ അത് കുടിച്ചു.
ശില്പയുടെ വീട്ടുകാർ മൊത്തവരെ നോക്കി നിൽക്കുമായിരുന്നു. അവളുടെ വിവാഹം കഴിഞ്ഞെന്ന് അവർക്കൊക്കെ അറിഞ്ഞുള്ളൂ. മൂത്തവളെ കാണാതെയായപ്പോൾ അവളെ കെട്ടിച്ചു, അത്രമാത്രം അറിഞ്ഞിട്ടുള്ളൂ, കൂടുതലൊന്നും അറിയില്ല. അതാണ് അവളുടെ ചേക്കനെന്ന് തോന്നല്ലേ? ചെറിയമ്മാവൻ മൂത്തമ്മാവൻ്റെ ചെവിയിൽ പറയുമ്പോൾ അയാൾ അവനെ നോക്കിക്കൊണ്ട് തന്നെ ഗൗരവത്തിൽ മൂളി. ഒരു കാപ്പി കളർ ടീഷർട്ടും ബ്ലാക്ക് പാൻറ്റുമാണ് അവൻ്റെ വേഷം. ടീഷർട്ട് അവൻ്റെ ഉറച്ച ശരീരത്തിൽ വിയർത്ത് പറ്റി ചേർന്ന് കിടക്കുന്നുണ്ട്. മുടി നനഞ്ഞത് കൊണ്ട് മുകളിലേക്ക് മാടി ഒതുക്കിയിട്ടുണ്ട്. ഒന്ന് രണ്ടെണ്ണം മുഖത്തേക്ക് വീണ് കിടക്കുന്നുണ്ട്. വെളുത്ത സുന്ദരനായ ഒത്ത ചെറുപ്പക്കാരൻ. വെള്ളം കൂടി കഴിഞ്ഞിട്ടും നന്ദു അവൻ്റെ മുഖത്തിൽ നിന്ന് നോട്ടം മാറ്റിയില്ല. അവൻ്റെ തീക്ഷ്ണതയേറിയ കണ്ണുകളിലേക്ക് തന്നെ നോക്കിയിരുന്നു. തലവേദനിക്കുന്നുണ്ടോ? അവൾ പതിയൊന്ന് ചോദിച്ചു. അവളുടെ ചുണ്ടിലേക്ക് നോക്കിക്കൊണ്ട് അവനത് മനസ്സിലാക്കി. അല്ലാതെ ശബ്ദമൊന്നും പുറത്തേക്ക് വരുന്നില്ല. അജുവിൻ്റെ കണ്ണുകളിൽ അത്ഭുതം വിട്ടിരുന്നത് അവൾ കണ്ടു. അധികം സ്ട്രെസ് എടുക്കണ്ട, ഇതൊക്കെ കഴിഞ്ഞാൽ ജീത്തേട്ടൻ്റെ കൂടെ വീട്ടിലേക്ക് പോക്കോ. ഉറങ്ങി എണീക്കുമ്പോൾ ഒക്കെ ശരിയാവും, ഒന്നും ആലോചിക്കണ്ടോ. അവൾ കരയുന്നുണ്ട്. എന്തിന്? പക്ഷെ ഇടർച്ചയില്ലാതെ അവൻ്റെ കവളിൽ തലോടിക്കൊണ്ടു പറഞ്ഞു. ആ കരയുന്ന കണ്ണുകളെ കണ്ടത് കൊണ്ടാകും അവൻ്റെ കണ്ണുകൾ നിറഞ്ഞത്. പക്ഷേ അവൻക്കൊന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. നാവൊക്കൊരു തരിപ്പാണ്. സുമേച്ചി എന്തോ പറയാൻ അടുത്തേക്ക് വന്നതും അവൻ വേഗം അവളിൽ നിന്ന് അകന്നെണീറ്റ് പുറത്തേക്ക് പോയി. പോകുന്ന പോക്കിൽ ഹാളിൽ കിടക്കുന്ന ആ ചേതനയേറ്റ ശരീരത്തിൻ്റെ മുന്നിൽ നിന്ന് ആ മുഖത്തേക്ക് നോക്കി രണ്ട് കൈകൊണ്ടും കാലിൽ പതിയൊന്ന് തൊട്ട് ആ നെറ്റിയിൽ അമർത്തിയൊന്ന് മുത്തി പുറത്തേക്ക് പോയി. അത് കണ്ടത് നന്ന് കണ്ണുകൾ മുറുകെ അടച്ച് ചുമരിലേക്ക് ചാരി പൊട്ടിക്കരഞ്ഞു. ബോഡി എടുക്കുവാണ്. ആരുടെയോ ശബ്ദം അവളുടെ ചെവിയിൽ പതിഞ്ഞു. അവൾ കാലുമുട്ടലിനിടയിൽ നിന്നും മുഖമുയർത്തി. അവൾ നിലത്തിന്ന് എഴുന്നേറ്റ് ധാവണിയിൽ ചവിട്ടി വേച്ച് വീഴാൻ പോയതും ആരോ അവൾ താങ്ങി. മോളെ നന്ദു. സേതുമ്മ. അവൾ അലറി കരഞ്ഞുകൊണ്ട് അവളുടെ മാറിലേക്ക് വീണു. പോയി സേതുമ്മേ, എൻ്റെ അമ്മ പോയി. എന്നെ നിങ്ങളുടെയൊക്കെ കയ്യിൽ തന്നിട്ട് എൻ്റെ അമ്മ പോയി സേതുമ്മേ. കരയുന്നതിനിടയിൽ അവൾ പറയുന്നുണ്ട്. ജാനു കരഞ്ഞുകൊണ്ട് അവളുടെ അമ്മയുടെ കയ്യിൽ പിടിച്ചു. ജാനുവിൻ്റെ അമ്മയും കണ്ണനും വരുമ്പോൾ സേതുമ്മയും ജാനുവും അതിൽ പോകുന്നതാണ്. അവിടെയൊക്കെ കണ്ണുകൾ നിറഞ്ഞു. കരയില്ല മോളെ, അമ്മക്ക് അത്ര ആയുസുണ്ടാവൂ. ജാനുവിൻ്റെ അമ്മ അവളുടെ മുടിയിൽ പതിയെ തലോടി. അവളെപ്പോഴും കരയുമായിരുന്നു. ഇരുവരാരെയും പുണർന്ന് സങ്കടം ഇറക്കി വെക്കാത്തത് കൊണ്ടാകും അവൾക്ക് വല്ലാത്ത സങ്കടം വന്നത്. വാ, അമ്മയെ കാണണ്ടേ. സേതുമ്മ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. അവളുടെ ഭർത്താവിൻ്റെ വീട്ടുകാരാണെന്ന് തോന്നുന്നു. വലിയ കോടീശ്വരന്മാരാത്ര. ഈ നാട്ടിലെ പേര് കേട്ട തറവാട്ടുകാരാണെന്നാ ഏട്ടൻ പറഞ്ഞത്. പുറത്ത് കാരണവന്മാരൊക്കെ നിൽക്കുന്നുണ്ട്. പെണ്ണിൻ്റെ ഒരു യോഗം. കാണാൻ കൊള്ളാവുന്നത് കൊണ്ട് എത്ര കാശില്ലെങ്കിലും നല്ല ബന്ധം കിട്ടും അല്ലേടതി. ചെറിയ മാമൻ്റെ ഭാര്യ അവരുടെ മൂത്തച്ചിയുടെ ചെവിയിൽ പതിയടക്കം പറയുമ്പോൾ അവരും അത് ശരിവെച്ചു. ബോഡി എടുക്കാതെ പോകാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് എല്ലാവരും പോകാതെ നിൽക്കുമാണ്. നന്ദു സേതുമ്മയിൽ നിന്നും അകന്നു മാറി കണ്ണുകൾ രണ്ടും അമർത്തി തുടച്ചു. അവസാനമായ നെറ്റിയിലൊരു ചുംബനം നൽകി. ഒന്നാണോന്ന് അറിയില്ല, ഒന്നും അവൾക്ക് അറിയുന്നില്ല. നന്ദു മുഖം അവരിൽ നിന്ന് ഉയർത്തി. കാണാനുള്ളവരൊക്കെ അവസാനമായി ഒരു നോക്കും കൂടെ കണ്ട ശേഷം ബോഡിയെടുത്തു. ആ വീട്ടുവളപ്പിൽ തന്നെ ചിരിയൊരുക്കും. നന്ദു ഹാളിലെ ജനൽ കമ്പിയിൽ രണ്ട് കൈകൊണ്ടും അമർത്തി പിടിച്ചു നിന്നു. ബോഡി അതിലേക്ക് വെക്കുന്നത് അവൾ തേങ്ങിലൂടെ നോക്കി നിന്നു. അപ്പോഴും മനസ്സിലൊരു സമാധാന സന്തോഷം ഉണ്ടായിരുന്നു. അവൾ അജുവിനെ നോക്കി. അവൻ കത്തിച്ച് പിടിച്ച വിറക് കൊള്ളി ചിതയിലേക്ക് വെച്ചു. അത് ആളി കത്തി. ആരും ഉണ്ടായിരുന്നില്ല, ഇനി ആരും വേണ്ട. എല്ലാ അവകാശവും ഈ മകൾക്കാണ്. അപ്പോ ആ ചിത കത്തിക്കാൻ അവനോളം ഒരാൾ വേറെ ഇല്ല. ചടങ്ങുകളൊക്കെ ചെയ്ത അജു തന്നെയാണ്. ജിത്തു ആദ്യമൊക്കെ അവന് പറഞ്ഞു കൊടുത്തു. അവനക്കൊന്നും അറിയില്ലല്ലോ. പിന്നെ ജിത്തു പറഞ്ഞു കൊടുത്തില്ല. കാരണം അത് അർജുനാണെന്ന് അവനക്ക് മനസ്സിലായി. അവർക്ക് ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അജു. ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് അജു കത്തിയെറിഞ്ഞ ചിതയിലേക്ക് നോക്കി മുറ്റത്തെ കസേരയിലിരിക്കുന്നവൻ്റെ ചുമലിൽ ജിത്തു കൈവച്ചതും അവൻ തിരിഞ്ഞു നോക്കി. ജിത്തുവിൻ്റെ ഒപ്പം നിൽക്കുന്ന പ്രതാപവർമ്മ അജു ഒന്ന് നോക്കം മാത്രം ചെയ്തു. വീണ്ടും നോട്ടം ആ ചിതയിലേക്ക് തന്നെ. ജിത്തുവും പ്രതാപവർമ്മയും ഒരുപോലെ ഞെട്ടി. പിന്നെ പരസ്പരം നോക്കി. അവനക്കിപ്പോഴും കുഴപ്പമില്ലെന്ന് മനസ്സിലായി. പക്ഷെ അവനൊന്നും മിണ്ടുന്നില്ല. അച്ഛനെ കണ്ട അച്ഛാന്ന് വിളിച്ച് ഓടി കെട്ടിപ്പിടിക്കുന്ന ഒരു കുറുമ്പനായിരുന്നു ഇത്രയും ദിവസം. എന്നാൽ ഇപ്പോൾ പണ്ടത്തെ അതേ ഗൗരവക്കാരനായ അഹങ്കാരിയായി ധിക്കാരിയായ മകനാണ് മുന്നിലിരിക്കുന്നതെന്ന് പ്രതാപവർമ്മക്ക് മനസ്സിലായി. അർജുൻ. പ്രതാപവർമ്മ വിളിച്ചതും അവൻ മുഖമുയർത്തി ഒന്ന് നോക്കി. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരച്ഛൻ്റെ ആദ്യ ആ വാക്കുകളിൽ ഉണ്ടായിരുന്നു. ആ മുഖത്തേക്കൊന്ന് നോക്കിക്കൊണ്ട് അവനില്ലെന്ന് തലയാട്ടി. അദ്ദേഹം കരഞ്ഞുകൊണ്ട് നെഞ്ചിൽ കൈവച്ച് ദൈവത്തോട് നന്ദി പറഞ്ഞു. ജിത്തുവിൻ്റെ ചുണ്ടിലും ഒരു ചിരി വിടർന്നു, സമാധാനത്തിൻ്റെ ചിരി. ജിത്തു ഒന്നും മിണ്ടാതെ മുന്നോട്ട് നോക്കി. എന്തൊക്കെയോ ആലോചിച്ചിരിക്കുന്നവനെ നോക്കി. ഇന്നലെ രാത്രി ഐസിയുവിൽ നിന്നും ഇറങ്ങി വരുമ്പോൾ തന്നെ അവന് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. കാറിൽ ഇങ്ങോട്ട് വരുമ്പോൾ മുടിയിൽ പിടിച്ച് അലറി കരയുന്നത് കണ്ടു. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഉള്ളത് കൊണ്ട് അത് കാര്യമാക്കിയില്ല. അവൻ ഇൻജക്ട് ചെയ്യുന്ന മരുന്ന് കയ്യിലുണ്ടായിരുന്നില്ല. പക്ഷേ കുറച്ച് കഴിഞ്ഞതും അവൻ സീറ്റിൽ തളർന്നു വീണു.
ഈ വീട്ടിൽ വന്ന ശേഷം അവൻ്റെ മുഖത്തേക്ക് വെള്ളം ഒഴിച്ച് എണീപ്പിച്ചു. കണ്ണു മിഴിച്ച് നോക്കുന്നത് കണ്ടു. അവനെ നോക്കിക്കൊണ്ട് വേഗം ഓരോ കാര്യങ്ങൾക്ക് ഓടി നടന്നു. അജു ആ ഇരുത്തം അവിടെ ഇരിക്കുന്നത് കണ്ടു. കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റിയ അവസരമായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞതും അകത്തേക്ക് പോകുന്നതും അതുപോലെ വരുന്നതും കണ്ടു. പിന്നെ എൻ്റെ കൂടെ മഴ കൊണ്ട് ഓരോന്ന് ചെയ്തുകൊണ്ടേയിരുന്നു. ജിത്തു. പ്രതാപവർമ്മയുടെ ശബ്ദം കേട്ടതും ജിത്തു അജുവിൽ നിന്നും കണ്ണുകൾ മാറ്റി അദ്ദേഹത്തെ നോക്കി. ഞാൻ മോളിൽ നിന്ന് കണ്ടിട്ട് വരാം, നീ ഇവൻ്റെ അടുത്തിരിക്കുക. അതും പറഞ്ഞുകൊണ്ട് അദ്ദേഹം അകത്തേക്ക് പോയി. അജു അദ്ദേഹം അകത്തേക്ക് പോകുന്നത് നോക്കി. അജു ഡാ, നീ എന്തോന്നും മിണ്ടാത്തത്? ജിത്തു ഒരു കസേരയിട്ട് അവൻ്റെ അടുത്തേക്ക് ഇരുന്ന് അവൻ്റെ തോളിലൂടെ കൈയിട്ട് കൊണ്ട് ചോദിച്ചു. അജു അവനെ നോക്കി അവൻ്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് ജിത്തു അവനെ തന്നെ നോക്കിയിരുന്നു. അതെ, പഴയ അർജുൻ. അർജുൻ ഫോൺ ലോക്ക് തുറന്ന് അതിലെന്തോ അടിച്ച് അവനക്ക് നേരെ നീട്ടി. ജിത്തു അതിലേക്ക് നോക്കിയത് വായിച്ചു. നാമൊക്കെ ഒരു തരിപ്പ്, സംസാരിക്കാൻ കഴിയുന്നില്ല. ജിത്തു അത് വായിച്ച ശേഷം അവൻ്റെ മുഖത്തേക്ക് നോക്കി. അജു വീണ്ടും എന്തോ ടൈപ്പ് ചെയ്ത് അവനക്ക് നേരെ നീട്ടി. എന്നെ എവിടെയാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്? അത് വായിച്ചത് ജിത്തു അവൻ്റെ മുഖത്തേക്ക് നോക്കി. നിന്നെ കാണിച്ചിരിക്കുന്നത് SK ഹോസ്പിറ്റലായിരുന്നു. പക്ഷേ നന്നു നിന്നെയും കൊണ്ട് 2 ദിവസം മുമ്പ് ജാനുവിനെ കാണിക്കാൻ പോയ ഹോസ്പിറ്റലിലെ ഒരു ഡോക്ടറെ കാണിച്ചിരുന്നു. എനിക്ക് തോന്നുന്നു അതിനുശേഷം നിനക്ക് ഈ മാറ്റുന്നു. ജിത്തു ആലോചനയോടെ പറയുമ്പോൾ അജു ആലോചനയോടെ തലകുലുക്കി. നന്ദു, അവളെ ഓർമ്മയുണ്ടോ നിനക്ക്? നിന്റെ ഭാര്യയാണ്, അതൊക്കെ ഓർക്കുന്നുണ്ടോ? ജിത്തു ഒരു പേടിയോടെ ചോദിച്ചു. അജു ഒന്നും മിണ്ടിയില്ല. ഫോണിലൊന്ന് ടൈപ്പ് ചെയ്ത് വീണ്ടും നീട്ടി. ഏത് ഹോസ്പിറ്റലാണ്? മെഡീസോൺ, ഡോക്ടർ ഷാജാൻ എന്നാണ് പേര്. ജിത്തു അത് വായിച്ച് മറുപടി കൊടുത്തു. അജു തലകുലുക്കിക്കൊണ്ട് ചേർന്ന് എഴുന്നേറ്റു. പിന്നെ അകത്തേക്ക് നടന്നു. ജിത്തു എന്തോ ആലോചിച്ച ശേഷം അവൻ്റെ പിന്നാലെ നടന്നു. അജു ഹാളിലേക്ക് വന്നതും ആരൊക്കെയോ അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട്. അവളുടെ അമ്മയുടെ ഫാമിലി ആവുമെന്ന് അവൻ ഊഹിച്ചു. അവനെ കണ്ടതും എല്ലാവരും സംസാരം നിർത്തി അവനെ നോക്കി. അവൻ ആരെയും ശ്രദ്ധിക്കാതെ അകത്തേക്ക് നടന്നു. ആ പെണ്ണിനെ പോലെ തന്നെയാണെന്ന് തോന്നുന്നു, അഹങ്കാരിയാണെന്ന് മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അജുവിനെ നോക്കി അമ്മാവൻ പറഞ്ഞുകൊണ്ട് നോക്കിയത് അവരെ ദേഷ്യത്തിൽ നോക്കുന്ന ജിത്തുവിൻ്റെ മുഖത്തേക്കാണ്. അജു തുറന്നു കിടന്ന റൂമിലേക്ക് കയറി. ബെഡിൽ ചുമരിൽ ചാരിയിരിക്കുന്ന സേതുമ്മയുടെ മടിയിൽ കിടക്കുകയാണവൾ. കണ്ണും മുഖമൊക്കെ ചുവന്ന് വിങ്ങി ഒരുമാതിരിപ്പെട്ട മുഖം. ജാനു അവളുടെ ചെയറിലിരിക്കുന്നുണ്ട്. അവൾക്കടുത്ത് തന്നെ ജാനുവിൻ്റെ അമ്മയെ നിൽക്കുന്നുണ്ട്. പ്രതാപവർമ്മ അവളെ നോക്കിക്കൊണ്ട് വാതിൽക്കലിൽ നിൽക്കുവാണ്. അജു എല്ലാവരെയും നോക്കിക്കൊണ്ട് റൂമിൻ്റെ അകത്തേക്ക് കയറി. സേതും അവനെ കണ്ടതും നന്ദുവിനൊന്ന് തട്ടി. ഏതോ ലോകത്തുനിന്ന പോലെ കിടന്നിരുന്നവൾ തല ചരിച്ച് നോക്കി. മുന്നിൽ അവളെ നോക്കി നിൽക്കുന്ന അജുവിനെ കണ്ടതും അവൾ പതിയെ കൈകുത്തി എഴുന്നേൽക്കാൻ നോക്കി. കഴിയുന്നില്ല, ശരീരം തളർന്നു പോകുന്നു. അജു മുന്നോട്ട് വന്ന് അവളുടെ കൈത്തുടയിൽ പിടിച്ച് അവനോട് ചേർത്ത് പിടിച്ചു. നന്ദു മാത്രമല്ല, എല്ലാവരും അവൻ്റെ മുഖത്തേക്ക് നോക്കി. പഴയ അർജുൻ പ്രതാപമ്മയുടെ ഗൗരവം. അവൻ പതിയെ അവളെ ബെഡിലിരുത്തി. നന്ദവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി. അവൾക്കറിയാം അത് അവളുടെ അജുവല്ലെന്ന്. അത് അർജുനാണ്. അവൾക്ക് പരിചയമില്ലാത്ത അർജുൻ. പക്ഷേ അവൾക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. അവൻ അവളുടേതാണ്, അവളുടെ താലി. ഈ ലോകത്ത് തനിക്ക് ആകെയുള്ള അവകാശി.